ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മൗറീഷ്യസ് പോരാട്ടം സമനിലയിലാണ് അവസാനിച്ചത്. ഇരു ടീമുകളും ഗോളൊന്നും സ്കോർ ചെയ്തിരുന്നില്ല. മനോല മാർക്കസിന്റെ കീഴിലിറങ്ങിയ ഇന്ത്യൻ ടീമിൽ മുന്നേറ്റ നിരയിൽ ചാങ്തെ, മൻവീർ സിംഗ്, ലിസ്റ്റൻ കൊളസോട്ട് കൂട്ടുകെട്ടൊക്കെ ഇറക്കിയെങ്കിലും ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മനോല മാർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ അടിക്കാനുള്ള ഒരു മുന്നേറ്റ നിരയിലേക്ക് ഗോൾ അടിക്കാനുള്ള ഒരു താരത്തെ കണ്ടെത്തുക എന്നതാണ് ശരിക്കും മനോല മാർക്കസിന്റെ ആദ്യത്തെ വെല്ലുവിളി. നിലവിൽ ഇന്ത്യയെക്കാൾ എത്രയോ താഴ്ന്ന പൊസിഷനിലാണ് ഫിഫ റാങ്കിങ്ങിൽ മൗറീഷ്യസ് ഒക്കെ. നിലവിൽ ഒരു ഗോൾ പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അടുത്ത മത്സരം ശക്തരായ സിറിയക്കെതിരെയാണ്. എന്തായാലും മനോല മാർക്കസിന്റെ കീഴിലായാലും ഒരു മുന്നേറ്റ നിരയിൽ സുനിൽ ഛേത്രിക്ക് ഒരു പകരക്കാരൻ എത്തുക എന്നതാണ് ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ മനോല മാർക്കസിന്റെ ആദ്യ ഒരു വെല്ലുവിളിയായി വരിക. എന്തായാലും നിലവിൽ ആദ്യ മത്സരം മൗറീഷ്യസിനെതിരെ ഇന്ത്യ സമനില വഴങ്ങിയിരുന്നു. മുന്നേറ്റ നിരയിൽ ചാങ്തെ, ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുന്നേറ്റ നിരയിൽ ഒരു സ്ട്രൈക്കറെ കണ്ടെത്തുകയാണ് ശരിക്കും മനോല മാർക്കസിന്റെ ആദ്യ വെല്ലുവിളി. എന്തായാലും ഇനി അടുത്ത മത്സരം ഇന്ത്യക്ക് ശക്തരായ സിറിയക്കെതിരെയാണ്. എന്തായാലും മനോല മാർക്കസിന്റെ കീഴിൽ ഇന്ത്യ അടുത്ത മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകരൊക്കെ.